അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആലുവ പുഴയുടെ ഭാഗത്തും തിരച്ചിൽ ആരംഭിച്ചെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഈ ഘട്ടത്തിൽ തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ്. എറണാകുളം ജില്ലയുടെ മുഴുവൻ ജില്ല വ്യാപിപ്പിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡുകളും അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച ആ ദൃശ്യത്തിലുള്ളത് ബസ്സിൽ നിന്ന്, സ്വകാര്യ ബസ്സാണ്, ബസ്സിൽ നിന്ന് കുഞ്ഞിനൊപ്പം തന്നെ അമ്മ ഇറങ്ങുന്നുണ്ട്. കണ്ടല്ലോ, വിഷ്വലുണ്ട്, ഇവിടം വരെയുള്ള വിഷ്വലുണ്ട്. പ്ലീസ് നോക്കട്ടെ. അത് നമ്മള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മൊഴി ഇവിടം വരെ എത്തിയിട്ടുണ്ട് കുട്ടിയായിട്ട്. അത് കഴിഞ്ഞ് നോക്കട്ടെ, നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്ലീസ്. എന്തായാലും അദ്ദേഹം പറയുന്നത് പോലെ തന്നെ കുട്ടിയുമായി ഇവിടെ എത്തുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു മൊഴിയാണ് ആലുവ DYSP നൽകുന്നത്. ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് കുട്ടി, എവിടെ വെച്ചാണ് മിസ്സായിരിക്കുന്നത്, എവിടെ വെച്ചാണ് കാണാതെ ആയിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പരിശോധന ശക്തമായി തന്നെ പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം 3 മണിയോടുകൂടി തിരുവാങ്കുളത്ത് നിന്നും കുട്ടിയുടെ അമ്മ കുട്ടിയുമായി ആലുവയിലെ വീട്ടിലേക്ക് പുറപ്പെട്ടതാണ്. പക്ഷേ അവിടെ നിന്നും ആലുവയിലെത്തി പിന്നീട് ഈ പറയുന്ന മൂഴിക്കുളത്ത് വന്നിറങ്ങുകയായിരുന്നു. ഇറങ്ങി തിരികെ വീട്ടിലെത്തിയപ്പോൾ പങ്കുവച്ച ദൃശ്യത്തിലുള്ളത് മൂഴിക്കുളം ഭാഗത്ത് ബസ് ഇറങ്ങുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും ദൃശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ദൃശ്യം. അച്ഛന് ചോദിച്ചപ്പോൾ കുട്ടി എവിടെയെന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി നൽകാൻ കഴിഞ്ഞിരുന്നില്ല. കുട്ടി എവിടെയാണ് എന്നുള്ളൊരു മറുപടി നൽകാൻ കഴിഞ്ഞില്ല. പിന്നീട് അവർ തന്നെയാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ആദ്യം കുട്ടിയെ ആലുവയിൽ നിന്നും കാണാതായി എന്നുള്ളൊരു മറുപടിയായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് കുട്ടിയെ ഈ മൂഴിക്കുളം പാലത്തിൽ ഉപേക്ഷിച്ചു, ഇവിടെ നിന്നും താഴേക്ക് എറിഞ്ഞു എന്നുള്ളൊരു മറുപടി പറയുന്നത്. ആ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും DYSP അടക്കമുള്ള ആളുകൾ ഇപ്പോൾ എവിടെയാണ് കുട്ടിയെ ഉപേക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിയെ കളഞ്ഞത് എന്ന് അമ്മ മൊഴി നൽകിയിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം പരിശോധിച്ച് DYSPയുടെ നേതൃത്വത്തിൽ ഒരു സംഘം മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും. 2 സംഘങ്ങളായി തിരിഞ്ഞാണ് ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നത്. പോലീസ് ഈ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ല. അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. പുഴയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. പാലത്തിൻ്റെ സമീപത്ത് വച്ച് കുട്ടിയെ ഉപേക്ഷിച്ചു എന്നാണ് അമ്മയുടെ മൊഴി. തുടക്കം ഘട്ടത്തിൽ തന്നെ അമ്മയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. മാനസിക വെല്ലുവിളി നേരിടുകയും കൗൺസിലിംഗ് അടക്കം തേടുകയും ചെയ്ത വ്യക്തിയാണ് കുഞ്ഞിൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ മൊഴികളിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് മൊഴി പൂർണ്ണമായും തള്ളിക്കളയാനോ അല്ലെങ്കിൽ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാനോ പോലീസിന് സാധിക്കില്ല. പക്ഷേ അതിലെ ഓരോ കാര്യങ്ങളും പ്രധാനപ്പെട്ട വിവരങ്ങൾ അനുസരിച്ച് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. മൂഴിക്കുളം, മണപ്പുറം ഭാഗങ്ങളിലാണ് പോലീസിൻ്റെ തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. മൂഴിക്കുളത്തെ സ്ഥലം എവിടെയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്ന ആ സ്പോട്ട്, അവിടേക്കാണ് പോലീസ് പോയിക്കൊണ്ടിരിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത്. വലതുവശത്ത് നമ്മൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് മൂഴിക്കുളം ഭാഗത്ത് അമ്മയും കുഞ്ഞും ബസ് ഇറങ്ങുന്ന ദൃശ്യമാണ്. കൃത്യമായി തന്നെ റൗണ്ട് പോയിന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അമ്മയും കുഞ്ഞും ബസ് ഇറങ്ങി കുഞ്ഞിനെ എടുത്തിരിക്കുകയാണ്. 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ഇളം പിങ്ക് നിറത്തിലുള്ള വസ്ത്രമാണ് കുട്ടി ധരിച്ചിരുന്നത്. ആ സമയത്ത് കുഞ്ഞിനെ എടുത്ത ബസ്സിന് മുൻവശത്തേക്കാണ് അമ്മ നടന്നു പോകുന്നത്. നേരത്തെ ദൃക്സാക്ഷികളുടെ പ്രതികരണം അനുസരിച്ചാണെങ്കിൽ അവരും കണ്ടിരുന്നു, ബസ് ഇറങ്ങുന്നത് വരെ കുഞ്ഞ് അമ്മയോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഓട്ടോയിൽ കയറുന്ന സമയത്ത് കുഞ്ഞ് അമ്മയുടെ കൂടെ, അമ്മയ്ക്കൊപ്പം കുഞ്ഞുണ്ടായിരുന്നില്ലെന്നാണ് ദൃക്സാക്ഷികൾ നേരത്തെ ന്യൂസ് മലയാളത്തോടും പ്രതികരിച്ചത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ മൂഴിക്കുളം പാലത്തിന് താഴെ സജീവമായി തിരച്ചിൽ തുടരുകയാണ്. പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും അടക്കം തിരച്ചിലിൽ ഊർജിതമായി പങ്കെടുക്കുന്നുണ്ട്. ഏതെങ്കിലും മറ്റ് സൂചനകൾ ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടെങ്കിൽ സമീപത്തെ പോലീസ് സ്റ്റേഷനുകളിലോ അല്ലെങ്കിൽ പുത്തൻകുരിശ് പോലീസിലോ കൃത്യമായി തന്നെ വിവരങ്ങൾ കൈമാറണം. സഹിൻ വിവരങ്ങൾ നൽകുന്നുണ്ട്. സഹിൻ ആന്റണി, പറയൂ. നടന്നു വരാൻ കഴിയും, വാഹനങ്ങൾക്കടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷെ അതിനുശേഷമുള്ള ഏതാണ്ട് മീറ്ററുകളോളം കുട്ടിയെ പുഴയുടെ ഭാഗത്ത് പാലത്തിൽ ഉപേക്ഷിച്ചു എന്നതാണ് അമ്മ സന്ധ്യയുടെ മൊഴി. മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ഭാഗത്ത്
വ്യാപക പരിശോധന നടത്തുകയാണ്. രാത്രി വെളിച്ചക്കുറവടക്കമുണ്ട്, പക്ഷേ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് പരമാവധി സംവിധാനങ്ങളെല്ലാം എത്തിച്ച് തന്നെ കുഞ്ഞിനായുള്ള തിരച്ചിൽ നടത്തുകയാണ്. പുഴയുടെ ഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങിയുള്ള തിരച്ചിലിന് പുറമെ സമീപ പ്രദേശങ്ങളിലേക്കുള്ള തിരച്ചിൽ നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്നത്. സഹിൻ ആന്റണിയുടെ സഹിൻ പറയൂ. ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഭാഗത്തും കൂടി ഇപ്പോൾ പോലീസ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പാലത്തിനടിയിൽ പരിശോധന നടത്തുകയാണ്. ഈ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം പാലത്തിനടിയിലേക്ക് പോയി പരിശോധിക്കുകയാണ്. കുട്ടിയെ ഉപേക്ഷിച്ചു എന്ന് സ്ത്രീ പറഞ്ഞ ഈ അമ്മ പറഞ്ഞ സ്ഥലത്താണ് പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടിയുമായി ഇവിടെ വരെ എത്തുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തിരികെ അമ്മ ഒറ്റയ്ക്കാണ് മടങ്ങിപ്പോകുന്നത്. അത് ഓട്ടോറിക്ഷയിലായിരുന്നു മടങ്ങിപ്പോയത്. ഇങ്ങോട്ടേക്ക് ബസ്സിനായിരുന്നു കുട്ടിയുമായി എത്തിയത്. ഇവിടെ വെച്ച് കുട്ടിയെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് മൊഴി. പിന്നീട് അവിടെ നിന്നും കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം ഇവർ ഓട്ടോറിക്ഷയ്ക്ക് തന്നെ മടങ്ങിപ്പോകുകയായിരുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് ഇവർ തിരുവാങ്കുളത്തെ വീട്ടിൽ നിന്നും ആലുവയ്ക്ക് പുറപ്പെട്ടത്. തിരുവാങ്കുളത്തെ വീട്ടിൽ നിന്നും വന്ന് ഇവർ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവ ബസ്സിൽ കയറുകയായിരുന്നു. അതിനുശേഷം ആലുവയിലെത്തിയ ശേഷമാണ് ഈ മൂഴിക്കുളത്തേക്ക് മറ്റൊരു ബസ്സിൽ വരുന്നത്. മൂഴിക്കുളത്തേക്ക് ആ ബസ്സിലെത്തിയപ്പോഴും ഇവർ 7 മണിയോടുകൂടിയാണ് ഈ ഭാഗത്തേക്ക് എത്തുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 മണിയോടുകൂടി ഇവിടെ എത്തുന്നു. പിന്നീട് 7:10 തിരികെ പോകുന്നുണ്ട്. അത് ഓട്ടോറിക്ഷയിലാണ് തിരികെ പോകുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമ്മ മാനസിക വെല്ലുവിളികൾ നേരിട്ട ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി പോലീസ് ഭാഗികമായി മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. മറ്റ് ഏതെങ്കിലും ഒരു സാധ്യത പോലീസ് തിരയുന്നുമുണ്ട്. പക്ഷേ ഇവിടം വരെ കുട്ടിയുമായി വരുന്ന ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മൊഴി ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ പരിശോധന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. ഈ പാലത്തിനടിയിലാണ് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഒപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളും ചെറുപ്പക്കാരും എല്ലാം അടങ്ങുന്ന ഒരു സംഘം അവർ വിവിധ വള്ളങ്ങളിലായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂഴിക്കുളം പാലത്തിന് താഴേക്ക് കുട്ടിയെ എടുത്തെറിഞ്ഞു എന്നുള്ളതാണ് അമ്മ നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന്റെ പരിശോധന ഇപ്പോൾ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കുട്ടിയെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ പോലീസിനുണ്ട്. ഒപ്പം തന്നെ ഈ സ്ത്രീ പരസ്പര വിരുദ്ധമായി കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ വസ്തുത, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധന ഈ രീതിയിൽ പോലീസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പാലത്തിന്റെ താഴ്ഭാഗമാണല്ലോ. തീർച്ചയായിട്ടും പാലത്തിന്റെ താഴെയുള്ള ഭാഗത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അവിടെ പരിശോധിച്ചാൽ കുട്ടിയെ ആ ഭാഗത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അമ്മ നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഈ പാലത്തിന് താഴെയും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂഴിക്കുളത്ത് 7 മണിക്ക് ബസ്സിൽ എത്തി. ബസ് ഇറങ്ങുന്ന ദൃശ്യങ്ങളുണ്ട്. CCTV ദൃശ്യങ്ങളാണ് വലതുഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത്.